പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ഗ്രേഷ്മ ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പീൽ ഇന്ന് തന്നെ കോടതി പരിഗണിച്ചേക്കും. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. മുജ്തബ, വിചാരണ കോടതി വിധിക്കെതിരെ ഗ്രേഷ്മ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ തന്നെ അഭിഭാഷകരടക്കം വ്യക്തമാക്കിയതാണ്. ഇന്ന് തന്നെ ഈ അപ്പീൽ പരിഗണിക്കാനാണോ സാധ്യത? സ്നേഹ, ഈ വധശിക്ഷയ്ക്ക് വിധിച്ച നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാണ് പ്രധാനമായും ഈ അപ്പീലിൽ ഗ്രീഷ്മ ഹൈക്കോടതിക്ക് മുമ്പാകെ ആവശ്യപ്പെടുന്നത്. അത് ഇന്ന് തന്നെ പരിഗണിച്ചേക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ബെഞ്ചിന് മുമ്പിൽ ഈ വിഷയം അപ്പീൽ എത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പ്രാഥമിക നടപടി എന്ന നിലയിൽ ഈ അപ്പീൽ ഫയൽ സ്വീകരിച്ച് എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകാനാണ് സാധ്യത. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതി നടത്തിയാൽ അതിൽ തെറ്റു പറയാനും കഴിയില്ല. കാര്യം നേരത്തെ തന്നെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഇത് ഉന്നത കോടതികളിലേക്ക് പോയാൽ ഒരു പക്ഷേ ഈ ശിക്ഷാവിധി നിലനിൽക്കില്ല എന്നുള്ള നിയമപരമായ വിദഗ്ധരുടെ അഭിപ്രായം കൂടി വന്നൊരു സാഹചര്യമുണ്ട്. കാര്യം അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ഒപ്പം തന്നെ വളരെ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളോട് കൂടിയുമായിരുന്നു ഈ കേസിൽ ഒരു വധശിക്ഷ വിധിച്ചത്. മാത്രമല്ല പ്രായം കുറവാണെന്നും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ആ തരത്തിൽ തുറന്നു പഠിക്കാനുള്ള അവസരം ഉൾപ്പെടെ വേണമെന്നൊരു കാര്യം ഈ നേരത്തെ തന്നെ കോടതിയിൽ, ഈ വിചാരണ കോടതിയിൽ ഗ്രീഷ്മ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല. മാത്രമല്ല ഈ പ്രായത്തിന്റെ ആനുകൂല്യം ഉൾപ്പെടെ നൽകണമെന്ന് ഹൈക്കോടതിയെ അറിയിക്കാനുള്ള ഒരു സാധ്യത ഈ അപ്പീലിൽ അത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഈ അപ്പീൽ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പരിഗണിച്ചാൽ പിന്നീടുള്ള ഹൈക്കോടതിയുടെ ഒരു പ്രാഥമിക നടപടി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് പ്രോസിക്യൂഷന് ഒരു നിലപാട് അറിയിക്കാനുള്ള നിർദ്ദേശം നൽകും. അതിനുശേഷം മറ്റൊരു ദിവസമായിരിക്കും ഈ കേസിൽ ഒരുപക്ഷെ വിശദമായ വാദം കേൾക്കുക. പക്ഷെ അപ്പോൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി മുസ്തഫ.